5:30 എന്ന് പറയുന്ന സമയമാകുമ്പോഴേക്കും MT ഈ അഗ്നിനാളങ്ങളിൽ ഇരിഞ്ഞമരും എന്നുള്ളതാണ്. എഴുത്തിൻ്റെ അഗ്നി ആവാഹിച്ചെടുത്ത ഒരു 70 വർഷത്തോളം എഴുത്തിൻ്റെ അഗ്നി മാത്രം നെഞ്ചിൽ കത്തിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ അഗ്നി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെയും കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കഴിഞ്ഞ 70ഓളം വർഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി വരുന്നത് 21 വയസ്സിലോ മറ്റോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃതിയല്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രചന. അതിനുശേഷം 70ഓളം വർഷങ്ങൾ എഴുത്തിൻ്റെ അഗ്നിയെ അദ്ദേഹം ബഹിർസ്ഫുരണം ചെയ്ത് അദ്ദേഹം അതിനെ കാച്ചിക്കുറുക്കി എടുത്തുകൊണ്ട് നടന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ അഗ്നിനാളങ്ങളിലേക്ക് യാത്രയാവുകയാണ് എന്നതാണ്. ഏതായാലും അവസാന കർമ്മങ്ങൾ MTയുടെ മൃതശരീരം ഇതാ എടുക്കുകയാണ്, ചിതയിലേക്ക് എടുക്കുകയാണ് ഇന്ന്. MTയുടെ മൃതശരീരം ഇപ്പോൾ ചിതയല്ല, ഇലക്ട്രിക് ശ്മശാനത്തിലേക്ക് അതിന് വേണ്ട കർമ്മങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കളും അതുപോലെ മകൾ അശ്വതിയും ചേർന്ന് നടത്തുന്നു. ഇതാ MT അഗ്നിനാളങ്ങളിലേക്ക് ലയിച്ചു ചേരാൻ പോവുകയാണ്. എഴുത്തിൻ്റെ അഗ്നിയെ ആവാഹിച്ച ഒരു മനുഷ്യൻ അഗ്നിനാളങ്ങളിലേക്ക് ലയിച്ചു ചേരാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മാവൂർ റോഡിലെ സ്മൃതി പഥത്തിൽ ക്ഷണിക്കപ്പെടാത്ത ഉദ്ഘാടകനായി അദ്ദേഹം എന്നേക്കും ഒരുക്കുന്ന ഇടം ഇതാണ്, ഇവിടെയാണ്. ഇവിടെ നിന്ന് ഇനിയൊരു മടക്കമില്ല. നവീകരിച്ച് ആ ശ്മശാനം ഒരുങ്ങിയത് പ്രിയപ്പെട്ട എഴുത്തുകാരനെ സ്വീകരിക്കാനായിരുന്നു എന്ന് തോന്നും വിധം മാവൂർ റോഡിലെ ആ ശ്മശാനം MTയെ സ്വീകരിക്കുകയാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ സ്വന്തമാക്കുകയാണ്. സ്മൃതിപഥത്തിന് ഇനി MTയുടെ പേര് കൂടി ചേർത്ത് വയ്ക്കുന്ന ഒരു കാലമാണ് വരുന്നത്. അക്ഷരാഞ്ജലിയോടെ ലോകം മുഴുവൻ വിട പറയുകയാണ് അദ്ദേഹത്തോട്. വൈദ്യുത ശ്മശാനത്തിൽ യാത്രയാവുകയാണ് MT. അന്ത്യാദരമേവുകയാണ് മലയാളികൾ ഒന്നാകെ. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആദരം ഏറ്റുവാങ്ങിക്കൊണ്ട് MT വിട പറയുകയാണ്. 91 കാലം നീണ്ട, അതിൽ 7 പതിറ്റാണ്ടിലധികം എഴുത്തിനായി മാത്രം ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതം. അക്ഷരങ്ങളില്ലാതെ MT ഇല്ല. MT എന്ന 2 അക്ഷരം അക്ഷരങ്ങളുടെ പര്യായമായി, എഴുത്തിൻ്റെ പര്യായമായി മലയാളിക്ക് മാറുകയാണ്. ഇതാ ആ MTയെ അഗ്നി എന്ന 3 അക്ഷരം ഏറ്റുവാങ്ങുകയാണ്. വൈദ്യുത ശ്മശാനത്തിലേക്ക് അദ്ദേഹത്തെ ഇപ്പോൾ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. ഇനി MT ഇല്ലാ കാലമാണ്. ഏകാന്ത ലോകത്തിരുന്ന് അവിടെ നിന്ന് ഭൂമിയിൽ കണ്ട ബിംബങ്ങളെയൊക്കെ അദ്ദേഹം അവിടെയും കണ്ടുമുട്ടുമോ? മരണത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ടോ? അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് MT എന്താണ് കരുതുന്നത് എന്ന് ഒരിക്കൽ പോലും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഉത്തരം അദ്ദേഹം നൽകിയിട്ടുമില്ല. എന്നാൽ അക്ഷരക്കാലം കടന്ന് മരണമെന്ന യാഥാർത്ഥ്യത്തിലൂടെ അദ്ദേഹം ഇതാ വിട പറയുകയാണ്. എനിക്ക് ഏറ്റവും വലുത് എഴുത്ത് തന്നെയാണ്. ഒരു വാക്കിനു മീതെ മറ്റൊരു വാക്ക് ഞാൻ എടുത്തു വയ്ക്കുകയാണ്. അതിനു മീതെ വേറൊന്ന്. അങ്ങനെ വാചകങ്ങളായി, വാക്യങ്ങളായി നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് കയറിക്കൂടിയ ആ MT ആണ് ഇന്ന് നമ്മളോട് യാത്ര പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിക്കുകയാണ്. ഇനിയൊരു യാത്രയില്ല, ഇനിയൊരു മടക്കവുമില്ല. ഇതാണ് ജീവിതത്തിലെ സത്യം എന്ന് തിരിച്ചറിയിക്കുന്ന നിമിഷമാണിത്. ജനനത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള 91 വർഷം നീണ്ട ആ യാത്ര ഇതാ MT അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരോടെല്ലാം യാത്ര പറഞ്ഞതാ വൈദ്യുത ശ്മശാനത്തിലേക്ക് അദ്ദേഹം കടന്നു പോവുകയാണ്. ഇനി ആ വിരലുകളിൽ നിന്ന് അക്ഷരജ്വാലകൾ ഉതിരില്ല. ഇതാ MTക്ക് മടക്കം. മലയാള സാഹിത്യ ചരിത്രത്തിൻ്റെ മഹനീയമായ ഒരേടാണ് ആ വൈദ്യുത ശ്മശാനത്തിലേക്ക് ഇപ്പോൾ കയറിപ്പോയത്. താൻ അറിഞ്ഞതും അനുഭവിച്ചതും മനസ്സിലാക്കിയതുമായ ഒരു അനുഭവ ലോകം മുഴുവൻ നമ്മുടെ മുന്നിൽ തുറന്നിട്ടുകൊണ്ടാണ് മറ്റൊരു ലോകത്തേക്ക് അദ്ദേഹം ഇപ്പോൾ യാത്ര പറഞ്ഞു പോകുന്നത്. ചരിത്രത്തെ അടയാളപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിൻ്റെ വക്താവായി എന്നും എക്കാലവും മലയാളം ഉള്ളിടത്തോളം
നമ്മൾ MTയെ ഓർമ്മിക്കും. നഷ്ടപ്രതാപങ്ങളുടെ നടുവിലുള്ള മരുമക്കത്തായ സമ്പ്രദായവും നാലുകെട്ടും വള്ളുവനാടൻ സംസ്കാരവും നിളയും എല്ലാം നമുക്ക് പരിചയപ്പെടുത്തി അവയിലൂടെ എല്ലാം നമ്മെ കൂട്ടിക്കൊണ്ടുപോയി ഇതാ MT മടങ്ങുകയാണ്. ഇനി MT ഇല്ലാ കാലം. MTക്ക് ഏറ്റവും ആദരവോടെ വിട നൽകുകയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചേർന്ന്. സാനിയോ, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയല്ലേ? സംസ്കാര ചടങ്ങുകൾ ഏകദേശം പൂർത്തിയാവുകയാണ് സുജയ. അതായത് സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി MT ഇല്ലാ കാലത്തിലേക്ക് മലയാള സാഹിത്യം നടന്നെടുക്കുകയാണ് എന്ന് വേണം പറയാൻ. MTയുടെ ജ്യേഷ്ഠ സഹോദരപുത്രൻ സതീഷാണ് അദ്ദേഹത്തിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത്. പരമ്പരാഗത ഹിന്ദുമതാചാര പ്രകാരം അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തി MTയുടെ ഭൗതികദേഹം ചിതയിലേക്ക് എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ അല്പസമയം മുൻപ് കണ്ടത്. അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുകയാണ് MTയെ എന്ന് വേണം അക്ഷരാർത്ഥത്തിൽ പറയാൻ. എഴുത്തിൻ്റെ അഗ്നിനാളങ്ങൾ അദ്ദേഹം ചിന്തയിലും വിചാരങ്ങളിലും തൻ്റെ തൂലികയിലും എല്ലാ കാലവും ഒളിപ്പിച്ചു വെച്ചും അല്ലെങ്കിൽ അതിനെ ബഹിസ്ഫുരണം ചെയ്തും എല്ലാ കാലത്തും ഒരു അഗ്നിയായി പടർന്ന MT ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം, ഭൗതിക ശരീരം അഗ്നിയായി മാറുകയാണ് എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട്, അതായത് 7 പതിറ്റാണ്ടിൻ്റെ സപര്യ, എഴുത്തിൻ്റെ 7 പതിറ്റാണ്ടിൻ്റെ സപര്യയായിരുന്നു MTയുടെ ജീവിതം എന്ന് പറയുന്നത്. എഴുത്തു മാത്രമല്ല, അദ്ദേഹം കൈവയ്ക്കാത്ത സാംസ്കാരിക മേഖലകൾ കുറവായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും എല്ലാം തന്നെയും അവസാനിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് മാത്രമായി ഇനി അവശേഷിക്കുകയാണ് MT വാസുദേവൻ നായർ എന്ന് പറയുന്ന ആ അതികായനായ മനുഷ്യൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലയാളത്തെ ജ്ഞാനപീഠത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോയി വലിയ ആദരവ് മലയാള സാഹിത്യത്തിന് കൊടുത്ത് അത്തരത്തിൽ വലിയ തരത്തിൽ മലയാള സാഹിത്യത്തിൻ്റെ തലതൊട്ടപ്പൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയ്ക്ക് മാവൂർ റോഡിലെ സ്മൃതിപഥം എന്ന് പറയുന്ന ശ്മശാനത്തിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, MT എന്ന് പറയുന്ന 2 അക്ഷരം ആ മനുഷ്യനെ ഒരു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന പലർക്കും കൃത്യമായി ഒരു പക്ഷേ അറിയില്ലാത്ത സാഹചര്യമുണ്ടാകും. അതായത് വ്യക്തിപരമായുള്ള പരിചയമോ അല്ലെങ്കിൽ അടുപ്പമോ സ്നേഹമോ ഒന്നും അനുഭവിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ അവരുടെയൊക്കെയും കഥാപാത്രങ്ങൾ, MTയുടെ എല്ലാ കഥാപാത്രങ്ങളും ഇവരുടെയൊക്കെയും ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം തന്നെയായിരിക്കും.